നമസ്കാരം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ത്വക്ക് രോഗങ്ങൾ, മാറാത്ത ത്വക്ക് രോഗങ്ങൾ, അലർജി സംബന്ധിച്ചുള്ള രോഗങ്ങൾ, അവയ്ക്ക് ശ്വാസകോശ രോഗങ്ങളുമായിട്ടുള്ള ബന്ധം. ഇതാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ബേസിക്കലി ഒരു ഫിസിഷ്യനാണ്. ആസ്മ, അലർജി, ഇമ്മ്യൂണോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തു. അത് ചെയ്ത് എൻ്റെ ചികിത്സ അനുഭവം കഴിഞ്ഞ 35 വർഷത്തെ എൻ്റെ ചികിത്സാ അനുഭവങ്ങളും കൂടിയാണ് ഞാനിവിടെ വിവരിക്കുന്നത്. കാരണം എൻ്റെ അനുഭവത്തിൽ ക്യാൻസർ മൂലമുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ, അല്ലെ TB കൊണ്ടുണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ കുഷ്ഠം, ലെപ്രസി വരുന്ന രോഗങ്ങൾ, അങ്ങനെ ഏതാനും രോഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മിക്ക ത്വക്ക് രോഗങ്ങൾ ഇൻക്ലൂഡിങ് സോറിയാസിസ് അലർജി ഇമ്മ്യൂണോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. 100 കണക്കിന് രോഗികൾ എന്നെ വന്ന് മാറാത്ത ത്വക്ക് രോഗമായിട്ട് എന്നെ വന്ന് കാണാറുണ്ട്. ഇവിടെ ഒരു ഉദാഹരണത്തോടെ ഇവിടെ തുടങ്ങാം. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ വർഷങ്ങൾ ജീവിച്ച ഒരു നേഴ്സ് അവരുടെ മകളെ കാണിക്കാൻ എൻ്റെ അടുത്ത് വരികയാണ്. 14 വയസ്സുള്ള കുട്ടി. അമേരിക്കയിലെ നേഴ്സായിട്ട് വരുന്ന അമ്മ. അതുകൂടാതെ അവർ കുറച്ചാൾ ഓസ്ട്രേലിയയിലും ജീവിച്ചു. ഇവിടെ എല്ലാം ഇവർ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ ഓൾമോസ്റ്റ് ദേഹം മുഴുവൻ ഇൻഫന്റൈൽ എക്സിമ എന്നാണ് ഇതിന് പറയുന്നത്. ചെറുപ്പത്തിലേ തുടങ്ങിയതാണ്. ചിലയിടത്തൊക്കെ സ്കിൻ അങ്ങോട്ട് ചൊറിഞ്ഞപ്പോഴത്തെ കാലിലൊക്കെ തടിച്ച് വലിയ ഒരു ആനയുടെ സ്കിൻ പോലാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് വികൃതമായ ഒരു സ്റ്റേജിലാണ്. കാരണം ഇതിന് മെയിൻലി സ്റ്റീറോയിഡ് ഓയിൻമെന്റുകളാണ് അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ കൂടുതൽ കൊടുക്കുന്നത്. താൽക്കാലിക ശമനം. ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് വളരെ വിശദമായിട്ടുള്ള ഹിസ്റ്ററി എടുത്തു. അപ്പോൾ ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമയും തൊണ്ടവേനയും ജലദോഷവും ഒക്കെ വരുന്ന ഹിസ്റ്ററി എടുത്തിട്ട് ഞാൻ ഈ കുട്ടിയുടെ ലങ് ഫങ്ഷൻ ചെയ്തു, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 70% പവറേ ആ കുട്ടിയുടെ ലങ്സിനുള്ളൂ. ചോദിച്ചു വന്നപ്പോൾ ഈ കുട്ടിക്ക് സ്ഥിരമായിട്ട് കഫക്കെട്ട് വരും. അതിനെ അവർ വേറെ രോഗമായിട്ടാണ് കണ്ടത്. പക്ഷേ ഞാൻ ഇതിനെ ഒരു രോഗമായിട്ടാണ് കണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറയാറുണ്ട് ഇങ്ങനെയുള്ള രോഗികളോട്. അകത്ത് തീ പുറത്തു പോകാം. അപ്പോൾ ലങ്സിലുണ്ടാകുന്ന രോഗം ആണ് തീയായിട്ട് എടുത്താൽ അതിൽ നിന്നുണ്ടാകുന്ന പുകയാണ് ഈ ത്വക്ക് രോഗമായിട്ട് വരുന്നത്. 100 കണക്കിന് രോഗികളെ പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യുവാൻ ഈ തിയറിയുടെ ബലത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്കൊരു പ്രതീക്ഷയാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ ശ്വാസകോശത്തിലെ രോഗം, അതായത് ആസ്മയോ അതിൻ്റെ ബിഗിനിങ്ങോ ആണെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ ത്വക്കിലെ രോഗം മാറാറുണ്ട്. 100 കണക്കിന് രോഗികൾ. ഈ കുട്ടി ഏതാണ്ട് 1-2 മാസം കൊണ്ട് തന്നെ 50% ഇമ്പ്രൂവ് ചെയ്തു. ശ്വാസകോശത്തിലെ രോഗത്തിന് ഞാൻ ചികിത്സിക്കുന്നു. ഓരോ ഓയിൻമെന്റും കൊടുത്തില്ല, ഉള്ളിലോട്ട് മരുന്ന് കൊടുക്കുന്നു. പിന്നെ ഭക്ഷണപഥ്യങ്ങൾ ധാരാളം കൊടുത്തു. കാരണം ഭക്ഷണപഥ്യത്തിനും ഞാൻ ഇതിൻ്റെ തുടർച്ചയിൽ പറയാം എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ ഇവർ കൊടുക്കാൻ നിയന്ത്രിക്കേണ്ടതെന്നുള്ളത്. അതും കൊടുത്ത് ഞാൻ ചില പ്രത്യേക വൈറ്റമിനുകൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ A അടങ്ങിയ വൈറ്റമിൻസ് ആണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ വെജിറ്റബിൾ ഒമേഗയും കുറച്ച് കൊടുക്കുന്നത്. അത് സ്കിന്നിന് ഒത്തിരി സപ്പോർട്ടീവാണ്. ഇത്രയും കൊടുത്തേണ്ട ഒരു 80-90% ആ കുട്ടി 6 മാസം കൊണ്ട് തന്നെ 14 വർഷം സഫർ ചെയ്തിട്ട് മാറാത്ത രോഗം ആ കുട്ടി 90% തന്നെ 6 മാസം കൊണ്ട് മാറി. സോറിയാസിസ്, ഈയിടെ എറണാകുളത്ത് നിന്നൊരു ആർക്കിടെക്ട് പഠിച്ചൊരു കുട്ടി പല ചികിത്സകളും ചെയ്തു, പല സ്പെഷ്യലിസ്റ്റുകളെയും കണ്ടു. ആ കുട്ടിയും ചേർത്തലയ്ക്ക് അടുത്തുള്ളതാണ്. ആ കുട്ടിയും ഇതുപോലെ തന്നെ ലങ്സ് പരിശോധിച്ചപ്പോൾ 20% ലങ് ഫങ്ഷൻ കുറവാണ്. അതിന് ഭക്ഷണപഥ്യത്തോടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, വൈറ്റമിൻസ് കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞാണ്ട് ഒരു 8 മാസം കൊണ്ട് തന്നെ 90-95% അത് ബെറ്ററാണ്. ഒരു ഓയിൻമെന്റും കൊടുക്കാറില്ല. ഇൻഫന്റൈൽ എക്സിമ എന്ന് പറയുന്ന കുട്ടികൾക്കുണ്ടാകുന്ന മാറാത്ത ചില ചൊറിഞ്ഞ് പൊട്ടലും രാത്രിയിലുള്ള ചൊറിച്ചിലും ഇതെല്ലാം അവർക്കുണ്ടാകുന്ന ശ്വാസകോശ രോഗവുമായിട്ട് അതിനെ ബന്ധപ്പെട്ടതാണ്. 100 കണക്കിന് രോഗികളിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ അലോപ്പതി വൈദ്യശാസ്ത്രം മാത്രം നമുക്ക് അറിയാവുള്ളെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഹോമിയോപ്പതിയുടെ നല്ല വശങ്ങളും വൈറ്റമിൻ തെറാപ്പിയും എല്ലാം കൂടെ കൊടുക്കുന്നത്. അതുകൂടാതെ ഭക്ഷണത്തിലെ ചിട്ടകളും അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആസ്മ രോഗത്തിന് കൊടുക്കുന്ന
നിയന്ത്രിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. അവിടെ നമ്മൾ കൂടുതലും ആൽക്കലൈൻ ഫുഡ് അവർക്ക് കൊടുക്കും. അതായത് സാലഡ്സ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഇവർക്ക് നോൺ വെജിറ്റേറിയൻ വളരെ കുറയ്ക്കും, ബേക്കറികൾ നിർത്തും. പിന്നെ അതുപോലെ കഫം കുറയ്ക്കാൻ വേണ്ടി രാത്രിയിൽ അരിഭക്ഷണം ഒഴിവാക്കും. ഇപ്പോൾ പുതിയതായിട്ട് ഈ ഗ്ലൂട്ടൻ തിയറി ഗോതമ്പിൽ വളരെ സ്ട്രോങ് ആണ്. ഗ്ലൂട്ടൻ ഉള്ള ഗോതമ്പ് നമ്മൾ കഴിവതും ഒഴിവാക്കും. അല്ലെങ്കിൽ ഈ മില്ലറ്റ്സ് ആണ് ഞാൻ കൂടുതൽ ഇപ്പോൾ അവർക്ക് പ്രിഫർ ചെയ്യുന്നത് വൈകുന്നേരത്തെ ഫുഡിൽ. രാവിലെ ഉച്ചയ്ക്കും അരിയോട് ചേർന്ന ഭക്ഷണങ്ങൾ കഴിച്ചോളാൻ പറയും. ധാരാളം സാലഡ് കഴിക്കാൻ ഇവർ, കാരണം അത് ആൽക്കലൈൻ ഫുഡാണ്. അതും ഇവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ തെറാപ്പിയിൽ വൈറ്റമിൻ എക്ക് അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് വൈറ്റമിന് വളരെയധികം സ്ഥാനം ഈ രോഗ ചികിത്സയിലുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതിന് നല്ലൊരു ഡോസ്. ഇപ്പൊ വൈറ്റമിൻ എ ഒക്കെ ആണെങ്കിൽ ഒരു അഡൽറ്റിനാണെങ്കിൽ 25,000 മുതൽ 50,000 യൂണിറ്റാണ് ഞാൻ കൊടുക്കുന്നത്. അതൊരു 3 മാസം അല്ല 4 മാസം കൊടുക്കും. അത് സ്ഥായിയായിട്ട് കൊടുക്കാൻ പറ്റാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ എ. അത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവരുടെ സ്കിൻ പെട്ടെന്ന് തന്നെ മാറ്റം വരും നമുക്ക് കാണാറുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ കൊടുക്കും, ന്യൂറോബയൺ കൊടുക്കും, അല്ലെങ്കിൽ ഇവർക്ക് ആന്റി ഓക്സിഡന്റ് കൊടുക്കും, പിന്നെ ഒമേഗ വെജിറ്റബിൾ ഒമേഗ കൊടുക്കും. പിന്നെ ധാരാളം പച്ചക്കറികൾ, മുരിങ്ങയില, ചീര, അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികൾ, ഇതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരിൽ. അതെല്ലാം കൂടെ കഴിച്ചാൽ നമ്മുടെ വൈറ്റമിൻ തെറാപ്പിയും ഭക്ഷണത്തിലെ ചിട്ടകളും അതെല്ലാം കൂടെ വരുമ്പോൾ ഇവരുടെ രോഗം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ മാറിപ്പോറുണ്ട്. ഒരിക്കല് ചങ്ങനാശ്ശേരി ഒരു പെൺകുട്ടിയെയും കൊണ്ട് 14 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരികയാണ്. അവരുടെ അമ്മ എന്നോട് പറഞ്ഞതാണ്, പിന്നീട് റെക്കോർഡ് ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഡോക്ടറെ ഞങ്ങൾ കുടുംബത്തോടെ സൂയിസൈഡ് ചെയ്യാൻ വരെ പ്ലാൻ ചെയ്തതാണ്. ഇവർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, കാരണം ത്വക്കിലെ ലീഷൻസ് പൊട്ടി ഒളിച്ചിട്ട് ഒരു ദുർഗന്ധം വമിക്കുന്നു. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാർ അവളെ കൂട്ടത്തിൽ ഇരുത്തുന്നില്ല. ആ കുട്ടിക്ക് ശ്വാസകോശത്തിലെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 60-65% പവറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് കണ്ടുപിടിച്ചപ്പോൾ അവർ പറയുകയാണ്, ഇവർക്ക് സ്ഥിരമായിട്ട് ഡോക്ടറെ കഫക്കെട്ട് വരും, അത് ഞങ്ങൾ വേറെ ഡോക്ടറെ കാണും, ത്വക്ക് രോഗത്തിന് വേറെ ഡോക്ടറെ കാണും. പക്ഷെ ഇതിലെല്ലാം കൂടെ നമ്മൾ സംയോജിപ്പിച്ച് ഭക്ഷണ പദ്ധതിയോടുകൂടി ആ കുട്ടിക്ക് മരുന്ന് കൊടുത്തു. ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 18 മാസമേ എടുത്തുള്ളൂ. ആ കുട്ടി പൂർണ്ണമായിട്ട് ക്യൂറായി. അവളുടെ ലങ് ഫങ്ഷൻ ടോട്ടലി നോർമലായി. അവൾക്കൊരു സോറിയാസിന്റെ ഒരു വെറൈറ്റി ആയിരുന്നു, എക്സിമാറ്റ സോറിയാസിസ് ആയിരുന്നു. അത് പൂർണ്ണമായിട്ട് ഒരു ഓയിൻമെന്റും ഇല്ലാതെ കംപ്ലീറ്റ് ക്യൂറായി. ഇന്നിപ്പോ ഒരു 4-5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് ആ കുട്ടി എന്നെ ഒന്ന് കാണാറുണ്ട്. ഇപ്പോഴും അവൾക്ക് ഒരു കുഴപ്പങ്ങളുമില്ല, ചുമയില്ല, കഫക്കെട്ടില്ല, ത്വക്ക് രോഗത്തിന്റെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇങ്ങനെ 100 അനുഭവങ്ങൾ. ത്വക്ക് രോഗവും ശ്വാസകോശ രോഗവുമായിട്ടുള്ള ബന്ധം അലോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിലും കാര്യമായിട്ട് വിവരിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് ആയുർവേദ വൈദ്യശാസ്ത്രത്തിലും ഹോമിയോപ്പതിയിലും അത് വിവരിച്ചിട്ടുണ്ട്. ഹോമിയോപ്പതിയിൽ അത് ഹെറിങ്സ് ലോ എന്നാണ് പറയുന്നത്. മേജർ ഡിസീസിൽ നിന്ന് മൈനർ ഡിസീസിലെ, മേജർ ഓർഗനിൽ നിന്ന് മൈനർ ഓർഗനിലേക്ക് രോഗം മാറുകയുള്ളൂ. അപ്പൊ ത്വക്ക് രോഗവും ശ്വാസകോശ രോഗം ഉണ്ടെങ്കിൽ ശ്വാസകോശത്തിലെ രോഗമാണ് ആദ്യം പോകുള്ളൂ, അത് കഴിഞ്ഞിട്ട് മാത്രമേ ത്വക്കിലെ രോഗം പോകുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമാണ് ഇങ്ങനെയുള്ള രോഗികൾ വരുമ്പോൾ ഞാൻ കൊടുക്കാറുള്ളത്. പച്ചക്കറികളാണ് ഞാൻ കൂടുതൽ അവർക്ക് പ്രിഫർ ചെയ്യുന്നത്. മത്സ്യം കൊടുക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേകം ഞാൻ വളരെ മിതമായിട്ട് കഴിക്കാൻ പറയും. അത് കഴിച്ചാൽ തന്നെ അത് നിങ്ങൾ അയില, ചെമ്മീൻ, ഞണ്ട്, ഉണക്കമീൻ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇന്ന് വെച്ച മത്സ്യം നാളെ കൊടുക്കരുത് പ്രത്യേകം പറയും. അത് ഡീക്കേഡ് ഫുഡാവും. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഫുഡുമായിട്ട് പോലും ഇതിന് വലിയ ബന്ധമുണ്ട്. ഫുഡ് നിയന്ത്രിക്കാതെ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു സ്ഥായിയായ രോഗങ്ങളും മനുഷ്യനിൽ മാറുകയില്ല. എൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു വസ്തുതയാണ്. നമ്മൾ മുമ്പ് ഞാനൊരു ഇതിൽ പറഞ്ഞ ആൽക്കലൈൻ ഫുഡ് വേണം കൂടുതൽ കഴിക്കാൻ. നമ്മുടെ ബോഡിയുടെ ബേസിക് നേച്ചർ, ബ്ലഡിന്റെ നേച്ചർ തന്നെ ആൽക്കലൈൻ ആണ്. pH എന്ന് പറഞ്ഞാൽ അറൗണ്ട് 7.2, 7.4 എന്ന് പറയും. താഴോട്ട് വരുമ്പോൾ 5, 6, 4 വന്നു കഴിഞ്ഞാൽ അസിഡിക് pH ആണ്. ആൽക്കലൈൻ pH എന്ന് പറഞ്ഞാൽ 7.2, 7.4 കഴിഞ്ഞ് മുകളിലോട്ട് പോകും. അപ്പോൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സ്പ്രൗട്ട്സ് ഇതൊക്കെയാണ് കൂടുതലും ആൽക്കലൈൻ ഉണ്ട്. നമ്മൾ പലരും എന്തുകൊണ്ടാണ് സാലഡ്, മത്സ്യമോ മാംസമോ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പ്ലേറ്റ് സാലഡും കൊടുക്കും. ഞാൻ ഗൾഫ് രാജ്യത്ത് പോകുമ്പോൾ അവിടെ അവരെപ്പോഴും മത്സ്യമാംസം തന്നു കഴിഞ്ഞാൽ നിറച്ച് സാലഡ് തരും. ഈ ലെറ്റ്യൂസിന്റെ ഇലയും ഇതൊക്കെ അവർ തരും. കാരണം ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. ഫിഷും മീറ്റും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ആസിഡിക്കാണ് ബ്ലഡിലാകുന്നത്. ആ അസിഡിക് എൻവയോൺമെന്റിലാണ് ഈ സ്ഥായിയായ രോഗങ്ങളും വാദസംബന്ധ രോഗങ്ങളും കഫക്കെട്ടും അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഫുഡിന്റെ ക്വാളിറ്റിക്ക് വലിയ സ്ഥാനമാണ് ത്വക്ക് രോഗ ചികിത്സയിലും ഉള്ളത്. ത്വക്ക് രോഗവും ശ്വാസകോശ രോഗങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു മാറാത്ത ത്വക്ക് രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു ശ്വാസകോശ രോഗമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതുണ്ടെങ്കിൽ ആ ശ്വാസകോശത്തിലെ രോഗം മാറിയെങ്കിൽ മാത്രമേ ത്വക്ക് രോഗം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. ഇതെൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരിചയക്കാരിലേക്കും ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.